തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടിയെത്തിച്ചത് കോടനാട്ടേക്കായിരുന്നു. അട്ടപ്പാടിയെ വിറപ്പിച്ച കൊമ്പൻ പീലാണ്ടി അടക്കം 7 ആനകൾ ഇവിടെയുണ്ട്. വാർത്തകളിൽ നിറയുമ്പോഴും അവഗണനയുടെ കഥയാണ് കോടനാട് അഭയാരണ്യത്തിന് പറയാനുള്ളത്. ഉദ്ഘാടനം കഴിഞ്ഞ് 14 വർഷം പിന്നിടുമ്പോഴും പല വാഗ്ദാനങ്ങളും നടപ്പായിട്ടില്ല. പരിമിതികളിൽ വീർപ്പുമുട്ടുകയാണ് അഭയാരണ്യത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾ. അതിരപ്പള്ളി കൊമ്പന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് സമീപകാലത്ത് അഭയാരണ്യം വാർത്തകളിൽ നിറയുന്നത്. 2011 കൊട്ടിഘോഷിച്ചായിരുന്നു ഉദ്ഘാടനം. പിന്നീട് അങ്ങോട്ട് ഇല്ലായ്മകളുടെ കഥയാണ് അഭയാരണ്യത്തിന് പറയാനുള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലിയ തുറന്ന മൃഗശാല. ഉദ്ഘാടന നാളുകളിൽ വനം വകുപ്പിന്റെ ലക്ഷ്യം ഇതായിരുന്നു. വർഷം 14 പിന്നിടുമ്പോൾ അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയെടുത്ത് തന്നെ നിൽപ്പാണ്. പിള്ളേർക്ക് വന്നിരുന്ന് കളിക്കാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് വലിയ ആൾക്കാർ വന്ന വകയില്ല. ആനനെ മാത്രമേ കാണുന്നുള്ളൂ. മാനെ ആൾക്കാർ ഇവിടെ വന്ന് ചിത്തോട്ടുണ്ടാവണേ എല്ലാ ഇതുണ്ട്. ഇവിടെ ഈ കിട്ടുന്ന സാധനത്തിന് പകുതി എണ്ണത്തിന് ഇവിടെ കൊണ്ടിട്ടാണെങ്കിൽ നല്ല ആൾ വരും. ഇവിടെ ഒരു പാമ്പില്ല. ഇതൊക്കെ കോർണർ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായതാണ്. ഇവിടെ ഒരു സാധനമില്ല. ഇപ്പം നാട്ടിലും കാട്ടിലുമൊക്കെ പരിക്കേറ്റതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ മൃഗങ്ങളെയും പക്ഷികളെയും പരിപാലിക്കുകയാണ് പ്രധാന ലക്ഷ്യം. പദ്ധതിയുടെ ആദ്യഘട്ടം പോലും ഇതുവരെ പൂർത്തിയാക്കാനായിട്ടില്ല വനം വകുപ്പിന്. മാനുകളും മ്ലാവുകളും പക്ഷികളും ചിൽഡ്രൻസ് പാർക്കുമൊക്കെ സഞ്ചാരികൾക്ക് ആസ്വദിക്കാം. ആന പരിപാലന കേന്ദ്രത്തിൽ 7 ആനകളാണ് നിലവിലുള്ളത്. ഒടുവിലെത്തിയത് മസ്തകത്തിൽ പരിക്കേറ്റ അതിരപ്പള്ളി കൊമ്പൻ. പരിഭ്രാന്തി പടർത്തുന്ന കാട്ടുകൊമ്പന്മാരെ ചട്ടം പഠിപ്പിച്ച് മെരുക്കിയെടുക്കുന്നതിൽ അഭയാരണ്യത്തിനുള്ളത് നല്ല പേരാണ്. അട്ടപ്പാടിയെ വിറപ്പിച്ച കൊമ്പൻ പീലാണ്ടി അഭയാരണ്യത്തിൽ ഇന്നും മിടുക്കനായി വളരുന്നു. കാട്ടുകൊമ്പന്മാരെ പോലും വരച്ച വരയിൽ നിർത്തുന്ന വനം വകുപ്പിന് അഭയാരണ്യത്തിന്റെ വികസനത്തിന് വേണ്ടത് ചെയ്യാൻ മാത്രം കഴിയുന്നില്ല. നല്ലൊരു റോഡില്ല, പാലമില്ല. വനപാതയിലേക്ക് കയറിയാൽ കുടിവെള്ളമോ ഇരിപ്പിടമോ പോലുമില്ല. അതിരപ്പള്ളി കൊമ്പനെ സന്ദർശിക്കാനെത്തിയ എൽദോസ് കുന്നപ്പള്ളി MLA-ക്ക് മുന്നിൽ പരിഭവങ്ങൾ തുറന്നു പറഞ്ഞു നാട്ടുകാർ. അല്ല ഇവർക്കും പറയാലോ, ഇവിടെ വല്ല കാര്യം ഞാൻ നടത്തുന്നത് സാറിനും പറയാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ഞങ്ങളുടേതായ കാര്യം കൊണ്ട് ഞങ്ങൾക്ക് നമ്മുടെ നാട് ഫേമസ് ആണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് കൂടിയുള്ള വരുമാനം വേണം. പിന്നെ പൊതുവെ ഇവിടെയുള്ള ആളുകളുടെ പരാതികൾ അവർ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായി വരുമാനം അവർക്ക് കിട്ടുന്നില്ല. ഓരോ ദിവസവും വരുമാനം കിട്ടിയിൽ ജീവിക്കാൻ കഴിയാത്ത ആളുകളാണ്, തൊഴിലാളികളാണ്. അവർക്ക് കിട്ടുന്നില്ല എന്ന് അവരുടെ പരാതി സ്വാഭാവികമായിട്ടും അത് പരിശോധിച്ച് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് അവർക്ക് നിർദ്ദേശം കൊടുക്കും. ഇങ്ങനെയൊക്കെ മതിയോ സർക്കാരെ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അഭയാരണ്യം വളരണം, നാട് വികസിക്കണം. കോടനാട്ടിൽ നിന്ന് വിഷ്ണു കച്ചേരിക്കൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. നാടിനെ വിറപ്പിച്ച കൊമ്പന്മാരെയാണ് അഭയാരണ്യത്തിലേക്ക് എത്തിക്കുന്നത്. അവിടെയാണ് വികസനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിമിതികളുണ്ട് എന്ന ആക്ഷേപം അതിശക്തമായി ഉയരുന്നത്. നല്ല റോഡോ പാലമോ അഭയാരണ്യത്തിലേക്കില്ല എന്നുള്ളത് വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്താണ് പൊതുജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? കേൾക്കാം. ഡെവലപ്പ് ആവണമെങ്കിൽ നമ്മൾ സാധാരണക്കാർ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ അവരായിട്ട് ചെയ്യണം, സർക്കാരായിട്ടും ഫോറസ്റ്റായിട്ട് ചെയ്യണം. വിദേശികൾ ഉൾപ്പെടെ വന്ന സ്ഥലമാണ് നമ്മുടെ കോടനാട് ആനക്കൂട് എന്നുള്ള ഈ സ്ഥലം. കുറച്ചും കൂടിയും സ്ഥലങ്ങൾ കുറച്ചും കൂടിയും വിപുലീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ കേരളത്തിൽ നിന്നല്ല, വേറെ ഇന്ത്യയിൽ നിന്നല്ല, പുറത്തുനിന്നല്ല, ഏത് നാട്ടിൽ നിന്ന് വന്ന് കാണാനുള്ളൊരു നമുക്കുണ്ടാവും. ടൂറിസം വികസനം നാട്ടിലില്ല. അവരെ ഫോറസ്റ്റ് ഏരിയയിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ടൂറിസം എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ നടക്കേണ്ടെങ്കിൽ പോലും നാട്ടുകാർക്ക് യാതൊരു ഗുണമില്ല. എല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് പണിയുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞ VS മെമ്പർമാരുണ്ടെങ്കിൽ പോലും അവർക്ക് പോലും കിട്ടില്ല. ഇത് പണ്ട് ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തേക്കും തോട്ടമായിരുന്നു. ഈ കുളിക്കാനും കാര്യത്തിനും പിന്നെ അത്യാവശ്യം വിറകിൻ്റെ പരിപാടി, പശുക്കൾക്ക് പുല്ല് മുറിക്കുക, പിന്നെ ഈ കരിയില വാരി പാടത്ത് കൊണ്ടിട്ട് കൃഷിയുടെ പരിപാടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ഇന്ന്. പണ്ടത്തെക്കായും ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പിടിച്ചു കുറച്ച് വാങ്ങിക്കാവുന്ന കണ്ടീഷനിലല്ല സാർമാർ ഇതിനകത്ത് അപേക്ഷ വെച്ചാൽ എത്രയൊക്കെ പാസ്സാവുമെന്ന് അറിയാലോ. ഗവൺമെൻറ് കാര്യങ്ങളല്ലേ.